നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ല. നിങ്ങളെ മുന്നിൽ കൂടെ ബക്കറ്റ് വരുന്നുണ്ട്, നിങ്ങൾ കയറ്റോളെ. ബക്കറ്റ് കൊണ്ട് ആങ്ങളാട് പോരുത് വെച്ച് തരണേ. ഇനി പെണ്ണുങ്ങൾ തേൻ കിട്ടാണ്ടോ? തേൻ കിട്ടാണ്ടോ? ഇല്ല. എല്ലാവരും കിട്ടിയോ? അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഹാമിദ് ആറ്റക്കോയയുടെ വിളയാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വീണ്ടും പറയുവാനുള്ളത്. റമദാൻ്റെ അവസാന ഭാഗത്തൊക്കെ വെച്ചുകൊണ്ട് ചില പൊട്ടിച്ചീറ്റലുകൾ, ചില താത്താമാരിറങ്ങി പലതും പറഞ്ഞിരുന്നു. ആ വിഷയം കൂടുതൽ പറയുവാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അതിലേക്ക് വന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ റമദാനിൻ്റെ ലാസ്റ്റ് സമയങ്ങളിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ വിഷയങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അവർ പറയട്ടെ, നമുക്കതല്ല പണി. ഇയാൾ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. ആത്മീയതയുടെ പേര് പറഞ്ഞുകൊണ്ട്, ദീനുൽ ഇസ്ലാമിൻ്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് പാവം ജനങ്ങളെ പറ്റിക്കുന്ന ആ ഒരു കാര്യമാണ് നമ്മൾ തുറന്നു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വഴിക്ക് തന്നെയാണ് നമ്മൾ ഇന്നും പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ ഹാമിദ് ആദ്യം പറയുന്നത്, നിങ്ങൾക്ക് എന്നോട് സ്നേഹമല്ല അല്ലേ എന്നാണ് ചോദിച്ചത്. ആ സ്നേഹത്തിൻ്റെ കഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ താത്താമാർ പാടിയും കൊണ്ട് കിടക്കുന്ന. ഹാമിദെ, വല്ലാതെ സ്നേഹത്തിൻ്റെ കഥ പറയണ്ട. പിന്നെ രണ്ടാമത് പറയുന്നത് തേൻ കച്ചവടമാണ്. മൂപ്പരുടെ മെയിൻ ബിസിനസ് തേൻ കച്ചവടമായിരുന്നു ആദ്യം. പിന്നീട് മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് ഈ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന, ഹാമിദ് പറയുന്ന ഏറ്റവും വലിയ വിവരക്കേട്, ആ സദസ്സിൽ ആരും മിണ്ടുന്നില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത് കൊണ്ടാണ്. ഹാമിദ് ആദ്യം വിളിച്ചിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നാണ് പറയുന്നത്. അതിന് മുമ്പേ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഹാമിദ് പറയട്ടെ. അത് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. പിന്നെ എല്ലാവരും ഒരു 5 കവർ വാങ്ങണം. അള്ളാഹു എന്നെ സ്നേഹിക്കുന്ന എൻ്റെ മുത്തമണികൾ അള്ളാഹു സ്വർഗം കൊടുത്ത് അള്ളാഹു സ്നേഹിക്കട്ടെ. മൂപ്പരെ സ്നേഹിക്കണം മുത്തമണികൾക്ക്. ആദ്യമൊക്കെ മുത്തുമണികൾ എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം മുത്തമണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തൊക്കെ മണികളാവോ എന്തോ. എന്തായാലും മൂപ്പരെ സ്നേഹിക്കുന്നവർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ എന്ന് പറഞ്ഞേ. അള്ളാഹു ഹാമിദെ അന്നെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം സ്വർഗം കൊടുക്കുക. മനസ്സിലായോ? അള്ളാഹുവിനെ അറിയേണ്ട പോലെ അറിഞ്ഞ് അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചു കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന് മാത്രം ഇബാദത്തുകൾ അർപ്പിച്ചുകൊണ്ട് നിന്നെപ്പോലെയുള്ള ഇതുപോലെയുള്ള തട്ടിപ്പുകാരുടെ ആ ഒരു കേന്ദ്രങ്ങളിലേക്കൊന്നും പോകാതെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുന്നവർക്ക് അവർക്കാണ് സ്വർഗം. ഹാമിദിനെ സ്നേഹിക്കുന്നവർക്ക് എന്താ കിട്ടുക എന്നുള്ളതൊക്കെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താത്താർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് മറ്റു പല ആളുകളും കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും ഹാമിദ് പറയട്ടെ. ഈ 10,000-കണക്കിന് ആളുകളുണ്ട്. നോക്കാൻ നിങ്ങൾ ഒരാൾ ശബ്ദം ഉണ്ടോ? അതാണ് ഞാൻ ആദ്യം അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ ഈ മജ്‌ലിസിലേക്ക് വിളിച്ചത്. അപ്പൊ എന്താണ് അവിടെ ശബ്ദമില്ലാത്തത് എന്നാ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ റസൂലിനെയാണ് ഈ മജ്‌ലിസിലേക്ക് ആദ്യമായിട്ട് വിളിച്ചത് എന്നുള്ളതാണ്. അത് ഇയാൾ പറയുന്നത് ചിലപ്പോൾ ഹാലിറു യാ ഹാലിറു മുത്ത് റസൂലുള്ള ഹാലിറു എന്നുള്ള ഹാലിറു വിളി ആയിരിക്കും പറഞ്ഞത്. എന്നാൽ ഈ വീഡിയോ കാണുന്ന ആളുകൾ എന്താ കരുതുക? മൂപ്പർ അവിടെ പോയിട്ട് റസൂലുള്ളാനെ ക്ഷണക്കത്ത് നൽകി ക്ഷണിച്ചു കൊടുന്നു എന്നൊക്കെ അല്ലേ കരുതുക? എന്നിട്ട് അതിൽ നമ്മളിത് നിർത്തിയത് റസൂലുള്ള അങ്ങോട്ട് വന്നതുകൊണ്ടാണ് അവിടെ നിശബ്ദമായത് എന്നുള്ളതാണ്. കേട്ടോളി. പേരക്കുട്ടികളെ വിളിച്ചാൽ വല്യപ്പന്മാര് വരാതിരിക്കുമോ? പേരക്കുട്ടികൾ വിളിച്ചാൽ വല്യപ്പന്മാർ വരാതിരിക്കുമെന്ന്. കോച്ചറായികളായ പേരക്കുട്ടികൾ വിളിച്ചാൽ ഒരു വല്യപ്പയും വരൂല ഹാമിദേ. ഇവിടെ പേരക്കുട്ടി ആരാണ്? ഹാമിദ്. വല്യപ്പേരാണ് അള്ളാന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. മൂപ്പര് വിളിച്ചപ്പോൾ ഇങ്ങനെ വന്നിക്കുകയാണെന്നാ പറയണത്. ഹാമിദ് പറയട്ടെ. നോക്കാൻ 10,000-കണക്കിന് ആളുകൾ. ഒരു ശബ്ദം ഉണ്ടോ? നിങ്ങൾ കേട്ടില്ലേ? ശബ്ദമുണ്ടേ. ശബ്ദമുണ്ട് എന്നാ പറഞ്ഞേ. മനസ്സിലായിട്ടില്ലെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോളി. ഒന്നും കൂടി കേട്ടോളി. 10,000-കണക്കിന് ആളുകൾ. ഒരു ശബ്ദം ഉണ്ടോ? ഒരു ശബ്ദം ഉണ്ടോ? നോക്കിങ്ങള് ഒരാൾ ശബ്ദം ഉണ്ടോ? അവിടെ ശബ്ദം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ചെറിയ താത്താമാരുടെ ശബ്ദങ്ങളൊക്കെ കേട്ടില്ല നിങ്ങൾ? ഉണ്ടേ, ശബ്ദം ഉണ്ടാമിതേ. ഇല്ലാന്ന് വെറുതെ ബ്ലണ്ടർ അടിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഇത് പറയട്ടെ. നോക്കിങ്ങള് ഒരാൾ ശബ്ദമുണ്ടോ? അല്ലാഹു റഹ്മത്തിന്റെ മാലാഖമാരെ കൊണ്ട് ധന്യമാകപ്പെട്ട സദസ്സാക്കട്ടെ.
ഈ തരത്തിലുള്ള പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് വിവരക്കേട് പറഞ്ഞുകൊണ്ട് ഈ അള്ളാൻ്റെ ഹബീബ് പഠിപ്പിക്കാത്ത സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അത് തേൻ കച്ചവടമാക്കിയിട്ടും ആത്മീയ വാണിഭമാക്കിയിട്ടും നടക്കുന്ന ഹാമിദെ എൻ്റെ മജ്ലിസിലേക്ക് ഏത് മലക്ക് വരുന്നാ പറഞ്ഞത്? ഹാമിദ് പറയട്ടെ. ഇനി അതിനിടയ്ക്ക് മൂപ്പരൊരു അഹങ്കാരം പറയുന്നുണ്ട് എന്നാ പറഞ്ഞത്. അഹങ്കാരമായിട്ട് പ്രത്യേകിച്ച് പറയുന്നു വേണ്ട ഹാമിദെ. ഹാമിദ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് മുഴുവൻ അഹങ്കാരമാണ്. വിവരമില്ലാത്തവൻ്റെ വിവരക്കേടുകൾ അഹങ്കാരമായിട്ട് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും മൂപ്പര് പറയുന്ന അഹങ്കാരം ഒന്ന് കേട്ടു നോക്കാം. നമുക്ക് വല്ലാത്ത അഹങ്കാരമായിട്ടില്ലേ? ഇതിലൊരു അഹങ്കാരം കൊണ്ട് പറയട്ടെ, പറയട്ടെ. ഇന്ന് ഇന്ത്യയിൽ ഇത്ര വലിയ മജ്ലിസ് നടക്കുന്നുണ്ടോ? ഉറക്കനെ പറയാം. ഇല്ലല്ലോ. ഇത്ര വലിയ മജ്ലിസ് ലോകത്ത് നടക്കണ്ടോന്നാ ചോദിച്ചത്. ഇയാളുടെ ആദ്യമുള്ള മജ്ലിസിലൊക്കെ കുറച്ച് ആളുകളൊക്കെ പങ്കെടുത്തിരുന്നു. ഇനി എത്ര പങ്കെടുത്താലും ഹാമിദെ ലോകം അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യം, നമുക്ക് ലോകം മുഴുവനും നോക്കണ്ട, ഇന്ത്യ മഹാരാജ്യത്ത് എത്രയോ മജ്ലിസുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല വിഭാഗങ്ങളുടെ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മജ്ലിസുകൾ നടക്കാറുണ്ട് ഹാമിദെ. അതിലൊന്നും വലിയ കഥല്ല. ഈ അന്ധവിശ്വാസികൾ അവർ കുറ്റിയും മറിച്ച് വരികയാണിച്ചപ്പോൾ എന്താ ചെയ്യുക അല്ലേ? ഹാമിദ് പറയാം, കുറച്ചും കൂടി പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ കാരണം സ്വലാത്തുൽ ഫാത്തിഹ ആണ് എന്നുള്ളതാണ് ഹാമിദ് പറയുന്നത്. ഇനി ഹാമിദ് ജോലി തുടങ്ങുകയാണ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് സഹോദരന്മാരെ. ഒരു വീഡിയോയിൽ, സെൽഫി വീഡിയോ ആണ്, അയാൾ തന്നെ സെൽഫായിട്ട് എടുത്ത് പുറത്തു വിട്ടൊരു വീഡിയോ ആണ്. അതിൽ ഹാമിദ് ജോലി തുടങ്ങുന്നു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്താണ് ഹാമിദിന്റെ ജോലി എന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാ ബലാൽ മുസീബത്തുകളെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഏറ്റവും വലിയ ബലാൽ മുസീബത്താണ് ഈ പറയുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. ഈ ബലാൽ മുസീബത്തിനെ തൊട്ട് പടച്ചോനെ മണ്ണാർക്കാട്ടരെ കാക്ക് എന്നാണ് ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ ബലാൽ മുസീബത്ത് പറയാണ് ബലാൽ മുസീബത്തിനെ തൊട്ട് കാക്കുന്നത്. ഇനി അന്നേക്കാട്ടിലും വലിയ ബലാലേതാണ് ഹാമിദെ? പറയാം. വീണ്ടും ഞായറാഴ്ച മുതൽ ജോലി തുടങ്ങാൻ, ശനിയാഴ്ച മുതൽ ജോലി തുടങ്ങാൻ. ശനിയാഴ്ച മുതൽ ഇൻഷാ അല്ലാഹ് മേലെ കുടക്കാടിൻ്റെ മുറ്റം പഴയതുപോലെ ചെറിയൊരു മാറ്റമുണ്ട്. 200 ടോക്കൺ എടുക്കുള്ളൂ. ഒരു മിനിറ്റ്. ഇനി വീണ്ടും ജോലി തുടങ്ങുകയാണെന്നാണ് പറഞ്ഞത്. എന്താണ് ജോലി? ഹാമിദെ കൈക്കോട്ടെടുത്ത് കളക്കലാണോ ജോലി? അതോ മമ്പട്ടി എടുത്ത് കളക്കാൻ പോകലാണോ? അതോ മഴ എടുത്ത് വിറക് വെട്ടാൻ പോക്കാണോ? അതോ തേപ്പ് വലകയും ചട്ടുകം എടുത്തിട്ട് തേക്കാൻ പോക്കാണോ? അതോ ചുറ്റികയും ഹാമർ ഇങ്ങനെ കൂടൊക്കെ എടുത്തിട്ട് കല്ലൊക്കെ തല്ലിപ്പൊളിച്ച് പടവിന് പോക്കാണോ? അതോ മറ്റെന്തെങ്കിലും ജോലിയാണോ? അല്ല, ഇനി ജോലി തുടങ്ങുകയാണ്. ശനിയാഴ്ച മുതൽ ജോലി തുടങ്ങുന്നുണ്ട്. 200 ടോക്കനാണെന്നാണ് പറഞ്ഞത്. 200 ടോക്കൺ, 200 ആളുകൾ. ഒരാളെ എത്ര മിനിറ്റാണ് നോക്കുക എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. ഓക്കെ, ഇതിനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളത് അതൊന്നും നമ്മൾ ചോദിക്കുന്നില്ല. ഇപ്പോൾ പഴയ പോലെ ഇനി മുൻപത്തെ പോലെ ജോലി തുടങ്ങുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ജോലിയൊന്നും നിർത്തിയിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റമദാൻ ആയിക്കഴിഞ്ഞാൽ ഇവരുടെ ഒന്നും തട്ടിപ്പ് നടക്കൂല. ഇവർ ഈ മാട്ടുമാരണക്കാരെന്ത് ചെയ്യും? പണി നിർത്തും. റമദാനിൽ ഇവരുടെ പണി നടക്കൂല. അപ്പം എന്താ പരിപാടി?